നമുക്കിന്ന് ലോകത്ത് ഒരാളെയും നമുക്ക് ജഡ്ജ് ചെയ്യാനോ വെറുക്കാനോ നമുക്ക് പറ്റത്തില്ല. കാരണം ലോകത്തിലെ ഏറ്റവും നീചപ്രവൃത്തി ചെയ്ത ഒരു വ്യക്തിയെന്ന് നമുക്ക് വേണമെങ്കിൽ മുദ്ര കുത്താം, അല്ലേ? പക്ഷെ ആ മനുഷ്യനെയും ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിനുള്ള ദൈവത്തിൻ്റെ ഹീസ് എ ജീനിയസ്. ഏത് സാഹചര്യത്തിൽ നിന്നും വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. അപ്പം നമ്മൾ ആലോചിക്കും, ആ നഷ്ടപ്പെട്ടു അവരെ ദൈവം റിസ്റ്റോർ ചെയ്തോളും. ഇപ്പോൾ അവർ ഭൂമിയിലില്ല, ശരിയാ. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ നഷ്ടപ്പെട്ടു പോയെന്നുള്ളത്? ഒരിക്കലും ഇല്ല, ഒരിക്കലും അവർ നഷ്ടപ്പെട്ടില്ല. അവരെയും വീണ്ടെടുക്കും. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ 2 കുഞ്ഞുങ്ങളുണ്ട്. 2 കുഞ്ഞുങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൻ്റെ അമ്മയുടെ മനോഭാവം എന്തായിരിക്കും? രണ്ടുപേരെയും വേണ്ടതല്ലേ? അതുപോലെയാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഭൂമിയിലും മനുഷ്യരോടുമുള്ള ഇടപെടൽ. നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ വിചാരങ്ങൾക്കനുസരിച്ചൊരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ വിചാരങ്ങളെ നമ്മളൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കണം. പലപ്പോഴും നമ്മുടെ വിധികളാണ് ദൈവം പ്രവർത്തിക്കുന്നതിന് നമ്മൾ ബ്ലോക്കാക്കുന്നത്. ഇങ്ങനെ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ, അല്ലെ ഇത്രയുമേ ദൈവത്തിന് പ്രവർത്തിക്കും, അല്ലെ ഇതൊക്കെ ചെയ്യുമ്പോഴേ, അല്ലെ ഇങ്ങനെയൊക്കെ ചെയ്താലേ ദൈവത്തിന് ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത നമ്മുടെ ലോജിക്കുകളാണ്. ആക്ച്വലി ദൈവം ഇതിനേക്കാളെല്ലാം വലുതാ. സോ ഒരു സ്ക്രിപ്ചർ ഉണ്ടല്ലോ, ഒരുവൻ വയലിൽ ഒരു നിധി കണ്ടിട്ട് അവൻ തൻ്റെ സകലതും വിറ്റ ശേഷം പോയി ആ വയൽ മേടിച്ചു. കാരണം എന്നിട്ട് വചനത്തെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്, വയൽ എന്ന് പറഞ്ഞാൽ ലോകം, നിധി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും. ദൈവം അത്ഭുതകരമായിട്ട് സകലത്തെയും വീണ്ടെടുക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ശിക്ഷാവിധിയല്ല, ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് രക്ഷാവിധിയാണ്. ദൈവത്തിൻ്റെ നീതി എന്ന് അല്ലെ ന്യായവിധി എന്ന് പറയുന്നത് വീണ്ടെടുപ്പാണ്. ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്തവൻ പുകയുന്ന തിരികളെ, വിളക്ക് പുകയുന്ന കാണുമല്ലോ, അതിൻ്റെ തിരി ഇങ്ങനെ തീരാറാകുമ്പോൾ നോർമലി വീട്ടുകാരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തിരിയെ പിടിച്ച് ഞെക്കി പുകയങ്ങ് ഉണ്ടായിരിക്കാൻ അതിനങ്ങ് കെടുത്തി വെക്കും. പക്ഷെ ദൈവം അങ്ങനല്ല, അതിനെ കിൻഡിൽ ചെയ്യും, ആളിക്കത്തിക്കുന്ന ദൈവമാണ്. അതിനെ ആളിക്കത്തിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ നീതി നിവൃത്തിയാകത്തുള്ളൂ. അതാണ് ദൈവത്തിൻ്റെ നേച്ചർ.